ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം മോശയിലൂടെ കൊടുക്കുന്നതായ ഒരരുളപ്പാടാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു. ഞാൻ ഒഴികെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീം അക്കാലത്ത് സമൃദ്ധമായ ഒരു രാജ്യമാണ്, നല്ല സമൃദ്ധിയായ സ്ഥലമാണ്. എന്നാൽ അത് അടിമ വീടായി തീർന്നു. ഇസ്രായേൽ മക്കളുടെ അടിമ വീടായി മിസ്രയീം തീർന്നു. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയെ ദൈവം മനുഷ്യനെ വസിക്കുവാൻ തന്നപ്പോൾ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി, ഈ ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി. ആകാശത്തിലെ പറവകളെയും ഭൂമിയിലുള്ള സകല മൃഗങ്ങളെയും സമുദ്രത്തിലുള്ള സകല ജീവജാലങ്ങളെയും എല്ലാം മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. മാത്രമല്ല അവിടെ എല്ലാത്തിൻ്റെയും മേലെ അധിപതിയായ ദൈവം അവരെ നിയമിച്ചു. രാജാവും രാജ്ഞിയുമായി ഈ ഭൂമിയിൽ അതിനെ അടക്കി വാഴുവാൻ ദൈവം അവരെ നിയമിച്ചാക്കി. ഈ ഭൂമിയിലെ സകലതും ദൈവം അവർക്കായി കൊടുത്തു. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തിനായി ദൈവം സൃഷ്ടിച്ചു. മറക്കരുത്, മനുഷ്യൻ ഈ ലോകത്തിൽ കാണുന്ന സകലത്തെയും ദൈവം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ മനുഷ്യനെ ദൈവം ദൈവത്തിനായി സൃഷ്ടിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ വകയല്ല, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടതെല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ദൈവഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കണം, ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കണം. ഇതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും ചിന്ത. ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ദൈവ വഴിവിട്ട് ദൈവീ ആലോചന വിട്ടുപോയതായി നാം കാണുന്നുണ്ട്. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറഞ്ഞു: അതുകൊണ്ട് സഹോദരന്മാരെ,
നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സഹോദരന്മാരെ, പത്രോസ്ലീഹ പൊതുവിൽ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവം നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ആ അടിസ്ഥാന പ്രമാണം ആരും മറന്നു പോകരുത്. സ്തോത്രം. ഈ ഭൂമിയിൽ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാനല്ല, ഇവിടെ കോടീശ്വരനാകാനല്ല, ഇവിടെ കറങ്ങുന്ന കസേരയിൽ നിന്ന് വിരാജിക്കാനല്ല, ഇവിടെ ആരുടെയും മേധാവിത്വം ഏറ്റെടുക്കാനല്ല. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സ്തോത്രം. ദൈവമക്കളെ, വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അപ്പോസ്തലൻ ഗലീല കടലിൽ മീൻ പിടിക്കുന്നവർ മുക്കുവനായിരുന്നു. അവിടെ നിന്ന് ദൈവം വിളിച്ചു. ദൈവം വിളിക്കുന്നതായ സമയത്ത് അപ്പോസ്തലൻ പടകിലിതാ ഒന്നും കിട്ടാതെ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയോടെ തലകുമ്പിട്ടിരുന്ന് വല കഴുകുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ വിളിക്കുന്നത്. പത്രോസിനെ ദൈവം വിളിച്ചു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മർക്കോസ് സുവിശേഷം നോക്കുമ്പോൾ വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നും കിട്ടാത്ത പത്രോസിനോട് കർത്താവ് അവൻ്റെ പടകിലേക്ക് കയറി. ആ പടകിൽ കർത്താവായ യേശു ക്രിസ്തു ഇരുന്നു. ആ പടകിലേക്ക് അനുവാദം കൂടാതെ കർത്താവായ യേശു ക്രിസ്തു കയറി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? പ്രിയപ്പെട്ടവർ, അതിൻ്റെ തലേ ദിവസം സഹോദരനായ അന്ത്രയോസ് ശീമോൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതാണ്. അതിൻ്റെ തലേ ദിവസം അന്ത്രയോസും യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യരായിരുന്ന അന്ത്രയോസും യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്കുകൾ കേട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടയെന്നും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടയെന്നും പറയുന്നത് കേട്ടുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ആ രാത്രി അവർ യേശുവിനോട് കഴിഞ്ഞു. രാവിലെ അവിടെ ഒന്ന് പുറപ്പെട്ടു. അന്ത്രയോസ് വീട്ടിൽ വന്നു. സഹോദരനായ ശീമോനോട് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മശീഹയെ കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. ആ നല്ല ബോധ്യത്തോടെ ശീമോൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുപോയി ഇരുത്തിയതാണ്. കർത്താവ് ശീമോനെ നോക്കി കർത്താവിനോട് പറഞ്ഞു, നീ ശീമോനാകുന്നു, നീ പത്രോസാകും. ഭാവി അറിയാവുന്നവനായ കർത്താവ്, സർവ്വതും അറിയുന്നവനായ സർവജ്ഞനായ കർത്താവ്, സർവജ്ഞാനിയായ കർത്താവ്, നീ ശീമോനാകുന്നു, നീ പത്രോസാകുമെന്നവനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തൻ്റെ മുൻപിൽ മുട്ടുകുത്തിയ ആ ശീമോൻ പത്രോസിൻ്റെ പടകന്വേഷിച്ച് പിറ്റേ ദിവസം തന്നെ അതിരാവിലെ കർത്താവ് വന്നു. പത്രോസിൻ്റെ അനുവാദം കൂടാതെ ആ പടകിലേക്ക് കർത്താവ് കയറി. അവൻ ജീവിതം എനിക്ക് സമർപ്പിച്ചവനാണ്. പടകിലേക്ക് കയറിയിട്ട് കർത്താവിനോട് പറഞ്ഞു, ശീമോനെ, തൻ്റെ ഈ പടകൽപ്പം ആഴത്തിലേക്ക് നീക്കാമോ എന്നവനോട് അപേക്ഷിച്ചു. സ്തോത്രം. എന്തോ ഒരു മാതൃകാപരമായ സംസാരം. കർത്താവും ഗുരുവുമായ യേശുക്രിസ്തു ശീമോൻ പത്രോസിൻ്റെ മീനുളുമ്പനാർന്ന പടകിൽ കയറിയിട്ട് ഈ പടക് അല്പം ആഴത്തിലേക്ക് നീക്കാമോ എന്ന് അവനോട് അപേക്ഷിച്ചു. സ്തോത്രം. ദൈവജനമേ, ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണോ നാം? ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവരാണോ നാം? സ്തോത്രം. നാം മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരാണോ? ആ മനോഭാവം നമുക്കുണ്ടോ? ആ മനോഭാവത്തിലേക്ക് നാം വരുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിലെത്താൻ കഴിയുമോ? സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ നിത്യത കഴിക്കാൻ പറ്റുമോ? ശാന്തമായി ചിന്തിക്കൂ. ശീമോൻ പത്രോസ് കർത്താവിൻ്റെ വചനമനുസരിച്ചു. അല്പമാഴത്തിലേക്ക് വല നീക്കി. ആ പടകിൽ നിന്നുകൊണ്ട് തൻ്റെ പിന്നാലെ വരുന്ന വലിയ ജനസമൂഹത്തിന് കർത്താവ് വചനം കൊടുത്തു. ജനം വചനം കേട്ട് സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞവരായി അവർ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ശീമോനെ ഒന്ന് നോക്കി. അവൻ്റെ പടകിൽ ഒന്നുമില്ല എന്ന് കർത്താവിന് അറിയാം. എല്ലാം അറിയുന്നവരല്ലേ കർത്താവ്.
കർത്താവിനോട് പറഞ്ഞു, നീ നിൻ്റെ പടകിൻ്റെ വലത്തെ ഭാഗത്ത് വല വീശുവീ. സ്തോത്രം. അവൻ വീശി. മീനിൻ്റെ പരിപ്പ് ബഹിരുവായി വല വലിക്കാനും അവർക്ക് കഴിഞ്ഞില്ല, വലിച്ച് കരക്ക് കയറ്റാൻ കഴിഞ്ഞില്ല. കൂട്ടാളികളായ യാക്കോബിനെയും യോഹന്നാനെയും അവർ വിളിച്ചു. അവർ 4 പേരും കൂടി വല ഇഴച്ച് കൊണ്ടുവന്നു. അവിടെ 2 പടകുകളിൽ നിറയെ മീൻ കിട്ടി. അല്പസമയം മുൻപ് പടകിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തലകുനിച്ചിരുന്ന പത്രോസ് ഇപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ പടക് നിറച്ച് മീനാണ്. കൂട്ടുകാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും പടകിൽ നിറയെ മീനുണ്ട്. ആ നിറ പടക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് യേശു പറഞ്ഞു, ശിമോനെ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, നീ എൻ്റെ പിന്നാലെ വരിക. സ്തോത്രം. കർത്താവിൻ്റെ ഇമ്പസ്വരം ശിമോൻ പത്രോസിൻ്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ നിറപടക അപ്പോസ്തലൻ മറന്നു. പടക മറന്നു, തൊഴിൽ മറന്നു, വീട് മറന്നു, എല്ലാം മറന്നു. യേശുവിനെ അനുഗമിപ്പാൻ ഒരു പ്രയാസവും ശിമോൻ പത്രോസിന് തോന്നിയില്ല. സഹോദരന്മാരെ, നിങ്ങളെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. എന്നെയും നിങ്ങളെയും എന്തിനായി ദൈവം വിളിച്ചു? എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ നമുക്ക് ജീവൻ തന്നത് ദൈവമാണെങ്കിൽ എന്തിന്? ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ഞാനിവിടെ വന്നു പോയില്ലേ, ഞാനങ്ങ് ജീവിക്കുന്നു. ഞാൻ ഈച്ചയോ ഉറുമ്പോ വല്ലതും ആണോ ഞരടിച്ചാകാൻ? ജീവിക്കുന്നു. അനേകർ നിരാശയിൽ ജീവിക്കുന്നു, പ്രത്യാശയില്ലാതെ ജീവിക്കുന്നു, ലക്ഷ്യമെന്തെന്നറിയാതെ ജീവിക്കുന്നു, ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്നു. എൻ്റെ പിന്നാലെ നടക്കുന്ന ദൈവസ്നേഹം തിരിച്ചറിയാതെ അവൻ നടക്കുന്നു. ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. ദൈവം തന്നെ എന്തിനായി വിളിച്ചു? ദൈവം നിനക്ക് എന്തിനായി ജീവൻ തന്നു? ഈ കാലം അത്രയും ദൈവത്തിനെ നടത്തിയ എന്തിന്? ഈ ഭൂമിയെ സ്നേഹിച്ച്, ഈ ലോകത്തെ സ്നേഹിച്ച്, പാപത്തെ താലോലിച്ച് നിന്റെ ആയുസ് പാഴാക്കി നിത്യനരകത്തിലേക്ക് പോകാനോ? ഇതിനോ ദൈവം നിന്നെ സ്നേഹിച്ചത്? നമുക്ക് തിരിയാം. സ്നേഹവാനായ ഇതിലൂടെ പിന്നാലെ നടക്കുന്ന സ്നേഹനിധിയായ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇന്ന് ദൈവത്തിൻ്റെ വഴിയറിയാതെ ദൈവിക വഴിവിട്ട് നടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കണ്ട് നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുന്ന ദൈവ സ്നേഹത്തെ നിങ്ങൾ ഇനിയും തള്ളിക്കളയരുതേ. നമുക്ക് അവങ്കിലേക്ക് തിരിയാം. സ്തോത്രം. 37 സങ്കീർത്തനം 3 വാക്യം മുതൽ 5 വാക്യം വരെ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയും. 37 സങ്കീർത്തനം 3 വാക്യം മുതൽ 5 വാക്യം വരെ. അവിടെ നാം എങ്ങനെയാണ് വായിക്കുന്നത്? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. സ്തോത്രം. എന്താണ് ദാവീദ് പറയുന്നത്? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം ശരിയാകണം. നേതാവാകാനല്ല, വലിയ ഔന്നതത്തിലേക്ക് പോകാനല്ല, ഹിമാലയത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറാനല്ല. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. കർത്താവിനോട് കൂടെയുള്ള ജീവിതം, കർത്താവിൽ നിന്ന് ഓരോ ദിവസവും നമുക്ക് കേട്ടുകൊണ്ട് അവൻ്റെ കാലടികളെ പിന്തുടരുന്ന ജീവിതം, അതെത്ര മനോഹരമാണ്, അതെത്ര ആനന്ദപ്രദമാണ്. പ്രിയപ്പെട്ടവർ, പാവപ്പെട്ട അടിയനെ അത് അനുഭവിച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ആ ജീവിതത്തിനെതിരായി
നോട്ട് കെട്ടുകൾ വെച്ച് നീട്ടിയാലും അത് വേണ്ട എന്ന് നിരസിക്കാൻ തോന്നുന്ന സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന അനുഭവം. സ്തോത്രം. ഒറ്റപ്പെടും, കുറ്റപ്പെടുത്തും, എല്ലാവരും തള്ളിപ്പറയും, ആരും കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല. പാവപ്പെട്ട ഈ മനുഷ്യൻ, സ്തോത്രം, ഒരു മനുഷ്യരും ആശ്രയമില്ലാതെ ഏകനായി രാത്രിയുടെ ഏകാന്തതയിൽ താഴെ വിരിച്ച പായിൽ മുട്ടുമുടക്കിക്കൊണ്ട്, കർത്താവേ, ഈ പായിൽ എന്നോടുകൂടെ മുട്ടുമുടക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് നിന്നോട് പറഞ്ഞ വാക്ക് പാലിച്ച് നിന്റെ സ്നേഹത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ, മോനെ, നീ ഇരിക്കുന്ന മുറി നിറയെ മാലാഖമാരാണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞൊരു ദൈവം ജീവിക്കുന്നുണ്ട്. നീ ഏകനാണെന്ന് നീ പറയും. നീ ഇരിക്കുന്ന മുറിയിൽ ഈ നിറയെ മാലാഖമാരാണെന്ന് എന്നോട് കൽപ്പിച്ച ഒരു ദൈവമുണ്ട്. സ്തോത്രം. അധികം വീണ്ടും പറഞ്ഞു, മോനെ, നീ ഇരിക്കുന്ന വീടിൻ്റെ ചുറ്റും മാലാഖമാരുടെ കാവലുണ്ട്. സ്തോത്രം. അവനത്ര നല്ലവൻ, അവനെത്രയോ വല്ലഭൻ. ഏകനായി ആരോരുമില്ല എന്ന് പറഞ്ഞ ദൈവത്തിലേക്ക് ചെല്ലുന്നവനെ കാക്കുന്നവനായ ദൈവം. സ്തോത്രം. ഞാൻ നിന്നോടിവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ദൈവം. ഒരിക്കൽ ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ, എല്ലാം പ്രതികൂലം, ജോലി സ്ഥലത്ത് പ്രതികൂലം, വീട്ടിൽ പ്രതികൂലം, നാട്ടിൽ പ്രതികൂലം, എല്ലാവരും എതിർക്കുന്നു, ആരും കൂടെ ഇല്ലല്ലോ കർത്താവേ. സ്തോത്രം. എന്നോട് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. മോനെ, നീ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ച് നീ മരണയോർദ്ധാൻ കിടക്കുമ്പോൾ മരണയോർദ്ധാൻ്റെ അക്കരെ എൻ്റെ 2 കൈകളും നീട്ടിപ്പിടിച്ച് നിന്നെ സ്വീകരിപ്പാൻ ഞാൻ അവിടെ കാണും എന്ന് വാക്ക് പറഞ്ഞവൻ അത്രേ എന്നെ നടത്തുന്നത്. ആ ഉറപ്പ്, പ്രിയപ്പെട്ടവരെ, അത് ഹൃദയത്തിൽ ദൈവം തരുന്ന പ്രാഗൽഭ്യമാണ്. അത് ദൈവം തരുന്ന അനുഭവമാണ്. അതാർക്കും മായ്ച്ചു കളയാൻ സാധ്യമല്ല. അത് പണത്തിനോ പ്രതാപത്തിനോ പദവിക്കോ അത് മായ്ച്ചു കളയാൻ കഴിയുകയില്ല. ആ ഉറ്റ സ്നേഹം, മഹത്തായ സ്നേഹം, തന്നെ തരുന്നതായ സ്നേഹം, അവൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നതായ സ്നേഹം, അവൻ്റെ രക്തം എനിക്ക് വേണ്ടി ഊറ്റിത്തന്നതായ സ്നേഹം. സഹോദര, നിൻ്റെ ജീവിതം ഈ ലോകത്തിലെ നശിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കൊടുക്കാമോ? അനേകരെ വീണ്ടെടുക്കാൻ വേണ്ടി നിനക്ക് കൊടുക്കാമോ? ദൈവം മാനിക്കും. സ്തോത്രം. ദൈവത്തിനോട് കൂടെ ഇരിക്കും, സംശയിക്കണ്ട. പ്രിയപ്പെട്ടവരെ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത വിശ്വസ്തതയെ ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ. സ്തോത്രം. ദൈവം ഇതിലെ അവിടേക്ക് തന്നെ ദൈവം വഴി നടത്തും. സംശയിക്കണ്ട. എത്ര ഉന്നതമായ കാര്യങ്ങളും ദൈവം നടത്തി തരും. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. കർത്താവെ, വഴി അറിഞ്ഞുകൂടല്ലോ, എൻ്റെ വഴി നിന്നെ ഞാൻ ഏൽപ്പിക്കും, നിന്റെ കരങ്ങളെ കേൾപ്പിച്ചു തരുന്നു. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അതൊരു വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ. അത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ അനുഭവിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവനിൽ തന്നെ നിങ്ങൾ ആശ്രയിക്കുക. അവൻ നിങ്ങളെ വഴി നടത്തുന്നത് നിങ്ങൾ അനുഭവിക്കുക. അവനത് നിർവഹിക്കും. സ്തോത്രം. അവൻ ആരെയും തള്ളിക്കളയുന്നവനല്ല. ദൈവം ഇതിൽ അവൻ തന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ, അവൻ നിനക്ക് ജീവൻ തന്നപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇനി നിരാശയിലാണോ? ഇനി നീ ഏകനാണോ? ഇനി നീ അപകടത്തിലാണോ? ഇനി നീ ആരോരുമില്ലാത്തവനെ പോലെ നിൽക്കുകയാണോ? കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഞാനിവിടെ ഏകനാണല്ലോ. സ്തോത്രം. എന്താണ് എൻ്റെ വചനം? നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിനക്കറിഞ്ഞുകൂടാത്ത വഴികളിലൂടെ അവൻ നിന്നെ നടത്തും, കൈപിടിച്ച് വഴി നടത്തും. അവൻ കൈവിടുന്നവനല്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈകൾ നിന്നെ ഒരുത്തർക്കും വിട്ടുകൊടുക്കുകയില്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവൻ.
സ്തോത്രം. ഇത്രമാത്രം സുരക്ഷിതമായ ഇടം വേറെ എവിടെയുണ്ട്? അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19, 20, 21 വാക്യങ്ങളിൽ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. സ്തോത്രം. കർത്താവ് എന്താണ് പറഞ്ഞു തന്നത്? വളരെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ, കർത്താവിൻ്റെ മലപ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. സ്തോത്രം. നമ്മുടെ ജീവിതം തിരുത്താമോ പ്രിയപ്പെട്ടവരെ? ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവപൈതലായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കെടുതികൾ വന്നപ്പോൾ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പാപം വന്നു, മിസ്രൈമിലെ നന്മ കിട്ടി. പക്ഷേ ദൈവവഴിക്ക് എതിരാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. സ്തോത്രം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. സ്തോത്രം. പുഴുവും തുരുമ്പും കെടുക്കാരെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാനും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. ഈ തലമുറയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളിൽ എത്ര പേർക്കുണ്ട് സ്വർഗത്തിൽ നിക്ഷേപം? ഈ ഭൂമിയിലൊക്കെ ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്, കണക്കില്ലാത്തതുപോലെ ഉണ്ട്. ദൈവകൽപ്പനയ്ക്കെതിരെ പറഞ്ഞതറിയാമോ? നിന്റെ ഹൃദയം അവിടേക്ക് പോകും. നിന്റെ സമ്പത്ത് എവിടെ ഇരിക്കുന്നുവോ അവിടേക്ക് നിന്റെ ഹൃദയം പോകും. ദൈവത്തിലേക്ക് നോക്കാൻ നേരമില്ല. ഇന്ന് ഏത് മനുഷ്യനോട് ചോദിച്ചാലും സമയമില്ല, തിരക്ക്, വലിയ തിരക്ക്, ഉറങ്ങാൻ നേരമില്ല. പിന്നാണോ പ്രാർത്ഥിക്കാൻ? ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരുന്ന് ദൈവശബ്ദം കേൾക്കാൻ മെനക്കെടുന്ന എത്ര വിശ്വാസികളുണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ട്. നീ വഴിതെറ്റിപ്പോയോ, ഓരോ ദൈവിക വഴിയിലാണോ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ നിക്ഷേപമുള്ള ഇടത്തിന്റെ ഹൃദയം ഇരിക്കും എന്ന് വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനി, നിന്റെ ഹൃദയം എവിടെയാണ്? ഈ ലോകമോഹങ്ങളിലാണോ? ഈ ലോക സമ്പത്തിലാണോ? ഈ ലോകത്തിലെ ധനസമ്പാദനത്തിലാണോ? നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. ഈ ഭൂമിയിൽ നിന്റെ ഹൃദയം ഉയർന്നിട്ടില്ല, നിന്റെ ഹൃദയം ദൈവം ഇരിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല, അവിടേക്ക് നീ നോക്കുന്നില്ല, അതിന് ലക്ഷ്യമായിട്ടില്ല. വളരെ വ്യക്തമായി അവിടെ കാണുന്നുണ്ട്. നമുക്ക് വീണ്ടും പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയും: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇന്നത്തെ വിശ്വാസികൾ എന്ന് പറയുന്നവരിൽ ബഹുഭൂരിപക്ഷവും അലയുന്നു, വലയുന്നു, ആശ്രയമില്ലാതെ തകരുന്നു, രോഗത്താൽ വലയുന്നു, കടപാടുകളിൽ കുടുങ്ങുന്നു, മനുഷ്യബന്ധങ്ങൾ ശിഥിലമാകുന്നു, എവിടെയും അസ്വസ്ഥതകൾ, അരിഷ്ടതകൾ, ആത്മഹത്യാ പ്രവണത എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറയും, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നിനക്ക് ജീവൻ തന്ന ദൈവം നിനക്ക് വേണ്ടി കരുതുവാൻ മതിയായവനാണ്. അവൻ തന്നെ പോറ്റുവാൻ മതിയായവനാണ്, പുലർത്തുവാൻ മതിയായവനാണ്. നീ ഒരു കാര്യം ചെയ്താൽ മതി, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ആകുലഭാരങ്ങളോട്, പ്രശ്ന സങ്കീർണതകളോട് ദൈവത്തിലേക്ക് ചെന്ന് അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്ക്. എല്ലാം അവൻ ഏറ്റെടുക്കും. നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം ശാന്തമാകും, സമാധാനത്താൽ നിറയും. ഇത് പരമസത്യമാണ് ദൈവമക്കളെ, നിങ്ങൾ അനുഭവിക്കുക. അതല്ലേ കർത്താവായ യേശു പറഞ്ഞത്? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല.
ആ സമാധാനം ലോകത്തിൽ തരുവാനോ ലോകത്തിൽ എടുത്തു കളയാനോ കഴിയുന്നതല്ല. ശാശ്വതമായ സമാധാനം, അലൗകികമായ സമാധാനം, അഭൗമികമായ സമാധാനം, നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം നിങ്ങൾ അനുഭവിപ്പീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടു കൂടെയുള്ള ജീവിതം സാക്ഷാൽ സമാധാന ജീവിതം, എന്തോ ഒരു ആശ്വാസകരമായ ജീവിതം, എന്തിനും മറുപടി കിട്ടുന്ന ആശ്വാസം. സ്തോത്രം. അടഞ്ഞ വാതിലുകളെ അവൻ തുറക്കും. ഈ ലോകം തുറന്ന വാതിലുകളെ അവൻ അടയ്ക്കും. ആരും അടയ്ക്കാതെ കൊണ്ട് അടയ്ക്കുകയും ആരും തുറക്കാതെ കൊണ്ട് തുറക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. സർവശക്തനായ ദൈവം, എൻ്റെ സിട്ടാവായ ദൈവം, എൻ്റെ രക്ഷകനായ ദൈവം, എൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം, അവനായി നമുക്ക് ജീവിതം കൊടുക്കാം, ശിഷ്ടമുള്ള ആയുസ് കൊടുക്കാം. കർത്താവിൻ രണ്ടാമത്തെ വരവിന് മുൻപ്, മരണത്തിന് മുൻപ് ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ നിസ്സാരനായ എന്നെ അവിടുന്ന് കൈവിട്ട് കളയരുത്. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവേ ക്ഷമിക്കണമേ. പാവഴികളോട് നയിക്കുമായ യാത്ര പറഞ്ഞുകൊണ്ട്, അതിനെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. അവിടുത്തെ ഹിതം നിവർത്തിക്കാൻ, എന്നെ കൊണ്ടാകാവുന്നത് ചെയ്യാൻ, ആത്മാക്കളെ നേടുവാൻ കർത്താവെ ഞാനിത് എന്നെ തന്നെ താഴ്ത്തി തരുന്നു. അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. പാവമോചനത്തിൻ്റെ സൗഖ്യവും സമാധാനവും തരണമേ. പരിശുദ്ധാത്മാവിനെ തരണമേ. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന ആത്മാവിൻ്റെ സ്തുതിനാവിൽ തരണമേ. ഇനിയുള്ള നാളുകളിൽ നിരന്തരം നിന്നെ സ്തുതിക്കുവാൻ, സ്വർഗത്തിലേക്ക് ആ സ്തുതി കരയേറ്റുവാൻ, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച ഓരോ മക്കളുടെ മേലിൽ തൃക്കരം വെച്ച് അനുഗ്രഹിക്കേണ്ടാത്ത വരവിനായി ഒരുക്കുകയും ചെയ്യണമേ. മാനവും മുഖത്ത് പെടുന്നെടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.